ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നഹു തീർച്ചയായും കാര്യം ലൈസ ലഹു പിശാചിന് ഇല്ല സുൽത്താനുൻ ഒരധികാരം അലല്ലദീന ആമനു മുഅ്മിനീങ്ങളുടെ മേൽ. ഏതു തരം മുഅ്മിനീങ്ങൾ? മുഅ്മിനീങ്ങളാകുന്നതോട് കൂടെ തന്നെ വഅലാ റബ്ബിഹിം യതവക്കലൂന യതവക്കലൂന സദാസമയവും അവർ അല്ലാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളുടെ മേൽ അപ്പോൾ അവർക്ക് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അവർ മുഅ്മിനീങ്ങളാണ്. രണ്ട്, സദാസമയവും കേവലം അസ്ലിമാൻ മാത്രമാണോ അവർക്കുള്ളത്? അല്ല, അവര് റബ്ബിന്റെ മർഅയിലാണ് എന്നൊരു ബോധം അവർക്കുണ്ട്. ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന സദാബോധം അവർക്കുള്ളത് കൊണ്ടാണ് അവർ എന്തായത് വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ സദാ നേരം അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നവരാണ്. കേവലം അസ്ലിമാൻ മതിയാവുകയില്ല. അസ്ലിമാൻ ഉണ്ട്, പക്ഷേ അള്ളാഹുവിനെ പറ്റി ബോധമില്ല, മതിയാവൂല. സദാ ബോധമില്ല, മതിയാവൂല. അപ്പോൾ ഈമാൻ ഉണ്ടെങ്കിൽ തന്നെ പിശാച് ആക്രമിക്കാം. അസ്ലിമാൻ ഉണ്ട്, പിശാച് ആക്രമിക്കാം. ഈമാൻ അസ്ലിമാൻ ഉണ്ടെങ്കിൽ തന്നെ പിശാച് ആക്രമിക്കാം. എന്തുകൊണ്ട്? ഞാൻ അള്ളാഹുവിന്റെ മർഅയിലാണ് എന്നും എന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് ഉണ്ട് എന്നും അവൻ എനിക്ക് കാഫിയാണെങ്കിൽ എന്നും എന്റെ ഏതു കാര്യത്തിനും വഹിക്കാൻ അവൻ യോഗ്യനാണെന്നുമുള്ള ബോധം സദാ നിലനിർത്താത്ത കാലത്തോളം ഈ അസ്ലിമാൻ കൊണ്ട് പിശാചിനെ പ്രതിരോധിക്കാൻ വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന് പറഞ്ഞത്. ഇന്നമാ സുൽത്താനുഹു ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. രണ്ട് ഗുണങ്ങൾ ഉള്ളവരുടെ മേൽ തൊടാൻ പിശാചിന് കഴിയില്ല. ഒന്ന്, അവർക്ക് ഈമാനുണ്ട്. രണ്ട്, വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈ വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന് പറഞ്ഞാൽ സദാ അവർ റബ്ബിന്റെ മർഅയിലാണ് എന്ന ബോധം നിലനിർത്തുകയാണ്. നമ്മൾ റബ്ബിന്റെ നോട്ടത്തിലല്ലേ ആണ്, പക്ഷെ ആ ബോധം നമുക്ക് നിലനിർത്താൻ കഴിയില്ല. ആ ബോധം നമുക്ക് സദാ നിലനിർത്താൻ കഴിയുകയും എതിരായ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഒരു ലജ്ജ, ഞാൻ റബ്ബിന്റെ നോട്ടത്തിലാണല്ലോ എന്ന ചിന്ത, തനിക്ക് കഴിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിലേൽപ്പിക്കുന്ന ബോധം, അന്നല്ല തന്റെ സകല കാര്യങ്ങളും. അതുകൊണ്ടാണല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. സുബഹിന്റെ ശേഷവും അസറിന്റെ ശേഷവും 10 വട്ടം ഏത് ഞാൻ റബ്ബിനെ സദാ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടുകൂടെ ഒരാൾ ചൊല്ലിയാൽ റജഅ കയൗമ വലദതുഹു ഉമ്മുഹു. പ്രസവിക്കപ്പെട്ട കുഞ്ഞിന്റെ സ്ഥാനമാണ് രാവിലെയും അയാൾക്കുള്ളത്, വൈകുന്നേരവും അയാൾക്കുള്ളത്. ആ പകൽ അയാൾ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെയാണ്, വൈകുന്നേരവും അയാൾ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെയാണ്. സുബഹിക്ക് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത, വാവ് കൂട്ടിയാലും തെറ്റില്ല. പല റിവായത്തിലും കാണുന്നുണ്ട് വാവുള്ളതുകൊണ്ട് വാവില്ലാത്തതുകൊണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ഏതാണ് ഈ ലാ ഹൗല വലാ ഖുവത എന്ന ഹൗഖലത്ത്? അത് അജ്സ് അറിയിക്കുകയാണ്. അബ്ദിന്റെ അജ്സും റബ്ബിന്റെ ഖുദ്റത്തും അറിയിക്കുന്ന കലിമത്താണത്. അതാണ് ഉദ്ദേശം. തന്റെ അശക്തി റബ്ബിന്റെ ശക്തിയും. താൻ ഒന്നിനും യോഗ്യനല്ല, റബ്ബ് യോഗ്യനല്ലാത്ത കാര്യവുമില്ല. താൻ ഒന്നിനും യോഗ്യനുമല്ല, റബ്ബ് യോഗ്യനല്ലാത്ത കാര്യവും ഇല്ല. ഇതാണ് എന്തിന്റെ ഉത്സാരം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله حق لا إله إلا الله 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 عليه توكلوا. അപ്പോൾ രാവിലെ സുബഹിക്ക് ശേഷവും ബോധത്തോടു കൂടി, എന്നാൽ കയൗമ വലദതുഹു ഉമ്മുഹു, പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെയാണ് രാവിലെ അയാൾ. അസറിന് പുറത്തോട്ട് ചെല്ലിയാലും അപ്പോൾ അയാൾ പകൽ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെയാണ്, രാത്രി പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെയാണ് എന്ന് അനവധി മഹാന്മാർ ഇതിന്റെ വ്യാഖ്യാനത്തിൽ അതിന്റെ ഫളായിലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ വകയല്ല, വളരെ മണിമണിയായി മഹാന്മാരായ ആരിഫീങ്ങളുടെയും അഖ്താബിന്റെയും കിതാബ് പരിശോധിച്ച് അതിൽ നിന്ന് വളരെ മുഅ്തമദായ കാര്യങ്ങളല്ലാത്ത
ഒരു വിഷയവും ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയില്ല. വളരെ സുദൃഢവും സുവ്യക്തവുമായ വിഷയമാണ് ഈ പറയുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇവിടെ എന്താ കാര്യം? ഞാൻ എന്റെ ശക്തി അറിയിച്ചു, റബ്ബിന്റെ ശക്തി. ഇതാണ് വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമാ അടുത്ത വഴി, ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. ഇന്നമാ സുൽത്താനുഹു, പിശാചിന്റെ അധികാരം, അലല്ലദീന യതവല്ലൗനഹു, പിശാചിനെ രക്ഷാധികാരിയാക്കിയ ആളുടെ മേൽ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. ആ വാക്കിന് ആ ഗൗരവം ആലോചിക്കും. ആരാണ് ഈ പിശാചിനെ രക്ഷാധികാരി ആക്കിയവരാരാ? ആരാ? നേരത്തെ പറഞ്ഞ ആയത്തിൽ എന്നത് ലഭിക്കും. സദാ ഈമാൻ കൊണ്ടു നടക്കുകയും സദാ അല്ലാഹുവിൽ തവക്കുലാക്കുകയും ചെയ്യാത്തവരെ എല്ലാം ആരക്രമിച്ച് കീഴടക്കും? പിശാച്. അപ്പോൾ അവരുടെ വീഴ്ച കൊണ്ട് അവരുടെ അധികാരം ആരേറ്റെടുത്തു? പിശാച്. അല്ലാതെ പിശാചിന് ഞാൻ എന്റെ നഫ്സിനെ പിശാച് ഏൽപ്പിച്ചു എന്ന് പറയേണ്ട ഇല്ല. പിശാചിന് ഞാനത് ഏൽപ്പിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ല. കടവ് കടന്നപ്പോൾ മകന്റെ കയ്യിൽ കീസോ എന്തോ ഒരു പൊതി കൊടുത്തു ബാപ്പ പറഞ്ഞു മുറുക്കി പിടിക്കണേ മുറുക്കി പിടിക്കണേ എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചില്ല, കൊഴിഞ്ഞു വീണു. അവൻ അറിയാതെ കൊഴിഞ്ഞു വീണു, അത് ഒഴുകിപ്പോയി. ബാപ്പ ഇവനെ കുറ്റപ്പെടുത്തുമ്പോൾ എന്താ പറയാ? ഇവന്റെ കയ്യിൽ നിന്ന് വീണതല്ല പറയാ, ഇയല്ലേ അതിനെ ഒഴുക്കിക്കളഞ്ഞതെന്ന് പറയും. ഒഴുക്കിയത് സത്യത്തിൽ വെള്ളമാണ്. ഇയല്ലടാതെ ഒഴുക്കിക്കളഞ്ഞതെന്ന് പറയും. ഒഴുക്കിയത് പനാണോ? ഒഴുക്കിയത് പനാണോ? അല്ല, ഒഴുകി വരുന്ന വെള്ളമാണ് അതിനെ ഒഴുക്കിയത്. പിന്നെ ഇവന്റെ പ്രശ്നം എന്താ? ഇവൻ എന്തേലും ചെയ്തത്? ഇവനെന്താ ചെയ്തത്? ഇവനത് എറിഞ്ഞിട്ടുമില്ല, ഇവനത് ഒഴുക്കിയിട്ടുമില്ല. പക്ഷേ ഇയല്ലേ അത് ഒഴുക്കിക്കളഞ്ഞതെന്ന് പറഞ്ഞ് മരണം വരെ ബാപ്പവനെ കുറ്റപ്പെടുത്താം. എന്തുകൊണ്ട്? ഒഴുക്കിക്കളഞ്ഞത് ഇവൻ അല്ലതാണ്. എന്തുകൊണ്ട്? ഇവനെ ഏൽപ്പിക്കപ്പെട്ട കാര്യം ശ്രദ്ധിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും വെള്ളം അത് ഏറ്റെടുക്കും. എന്താ അവൻ ഏൽപ്പിക്കപ്പെട്ട കാര്യം? മുറുക്കി പിടിക്കുക. മുറുക്കി പിടിക്കുക എന്ന കാര്യം അവൻ ശ്രദ്ധയോടുകൂടെ ചെയ്യാത്ത കാലത്തോളം ഒഴുകിപ്പോവൽ സ്വാഭാവികമാണ്. ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു, പിശാചിനെ രക്ഷാധികാരിയാക്കിയ ആളുകളുടെ മേൽ മാത്രമാണ് പിശാചിന് അധികാരമുണ്ടാവുക. ഈ ആയത്ത് കേൾക്കുമ്പോൾ നമ്മൾക്ക് സ്വയം തോന്നാം, എന്ത്, നമ്മൾ പിശാചിനെ രക്ഷാധികാരിയാക്കിയിട്ടില്ലല്ലോ. അങ്ങനെ നോക്കിയാണെങ്കിൽ 100ൽ 99% ആളുകളും പിശാചിനെ പൂജിക്കാത്തവരൊക്കെ പിശാചിനെ രക്ഷാധികാരികൾ ആക്കാത്തവർ തന്നെയാണ് പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ. എന്നാൽ അവരെല്ലാം ഈ പറഞ്ഞ ആയത്തിനനുസരിച്ച് ഉള്ളിലേക്ക് ഇറങ്ങിയാൽ പിശാചിനെ രക്ഷാധികാരി ആക്കിയവരാണ്. എന്തുകൊണ്ട്? ഇവർക്ക് ബാധ്യതയായ കാര്യം ഇവർ നിർവഹിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും ഇവരുടെ രക്ഷാകർതൃത്വം ആരേറ്റെടുക്കും? പിശാച്. എന്താ ഉത്തരവാദിത്വം? വഅലാ റബ്ബിഹിം യതവക്കലൂൻ. റബ്ബിനെ സദാ ഏൽപ്പിക്കാൻ ഒരാൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവന്റെ വീണ് കിട്ടുന്നതെല്ലാം പെറുക്കുക എന്നുള്ള പണിയാണ് ആർക്ക്? വീണ് കിട്ടുന്നതെല്ലാം പെറുക്കുന്ന പണിയാണ് ആർക്ക്? പിശാചിന്. വീഴാതെ നോക്കേണ്ടത് ഉത്തരവാദിത്വം നമുക്ക്. അതെങ്ങനെ വീഴാതെ നോക്കൽ? വഅലാ റബ്ബിഹിം യതവക്കലൂൻ. നമ്മളിങ്ങനെ നോക്കിയോ പിശാചിനെ നമ്മൾ ഏൽപ്പിച്ചിട്ടല്ലോ അല്ല, അപ്പൊ നമ്മളിപ്പോ ഇതിൽ പെടില്ല. ലക്ഷത്ത് നോക്കിയാൽ ഇതിനാളുണ്ടാവില്ല, പക്ഷെ എല്ലാവരും ഇതിന് ആളുകളായിരിക്കും. ഇന്നമാ സുൽത്താനുഹു, പിശാചിന്റെ അധികാരം അലല്ലദീന യതവല്ലൗനഹു, പിശാചിന് രക്ഷാകർതൃത്വം കൊടുത്തവരുടെ മേൽ മാത്രമാണ്. ആരാണ് പിശാചിന് രക്ഷാകർതൃത്വം കൊടുക്കുക? ആരെല്ലാം കൊടുക്കും? വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാത്തവരെല്ലാം കൊടുക്കും, എല്ലാം കൊടുക്കും. പിശാചിൽ നിന്ന് ഒഴിവാകുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു അഭിമാനം പറഞ്ഞെടുത്തും എന്താണത്? ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. ഇന്ന ഇബാദി, എന്റെ ദാസന്മാർ, ലൈസ ലക അലൈഹിം സുൽത്താൻ, ആ ദാസന്മാരുടെ മേൽ പിശാചേ നിനക്കൊരു അധികാരവും ഇല്ല. വകഫാ ബിറബ്ബിക വകീലാ, അവർക്ക് ഏൽപ്പിക്കാൻ ഞാൻ മതിയാവും. അവിടെയും പറഞ്ഞു അവർ സദാസമയവും എന്നെ ഏൽപ്പിക്കും. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചവരെ തൊട്ട് കളിക്കാൻ നിനക്ക് കഴിയൂല. അഥവാ എന്നെ ഏൽപ്പിക്കാത്തവരെയോ അവർ വീണു പോവും. ആ വീണത് പൊറുക്കിയെടുക്കുന്ന പണിയാണ് ആർക്ക്? ഞാൻ ഈ ആയത്തിൽ തെറ്റിദ്ധരിച്ചിരുന്ന ഒരു കാലത്ത് ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു,
എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എന്ത് ശിർക്ക് ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് ഈ പറയുന്നത്. പക്ഷേ ശിർക്ക് ചെയ്യുന്നവർ ഇതിൽ വേറെ പറയുന്നുണ്ട്, വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. മുശ്രിക്കീങ്ങളെയും പിശാചിന് അധികാരം വിട്ടുകൊടുത്തവരെയും, അപ്പൊ രണ്ട് ടീമായി, പിശാചിന് അധികാരം വിട്ടുകൊടുത്തവരെയും അതേപോലെ തന്നെ ആരെയും മുശ്രിക്കീങ്ങളെയും അവരുടെ മേലാണ് പിശാചിന് അധികാരമുള്ളത്. അപ്പോൾ ഒരു ടീമല്ല, വാവ് 1000ന്റെ വാവുണ്ട് ഇവിടെ. രണ്ട് കാര്യം പറഞ്ഞു, ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. ഇന്നമാ സുൽത്താനുഹു പിശാചിന്റെ അധികാരം അലല്ലദീന യതവല്ലൗനഹു പിശാചിനെ രക്ഷാധികാരിയാക്കിയവരുടെ മേൽ മാത്രമാണ്, പിന്നെ ആരുടെ മേലും വല്ലദീന ഒരു ഭാഗം ആളുകൾ ഹും ബിഹി അവർ അല്ലാഹുവിനെ കൊണ്ട് മുശ്രിക്കീങ്ങളാണ്, അവർ അല്ലാഹുവിൽ പങ്കുചേർത്തവരാണ്. അല്ലാഹു ആ അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു ശിർക്കിനെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു ശിർക്കിനെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു ശിർക്കിനെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അല്ലാഹുവിനെ വരമേൽപ്പിക്കണം. വരമേൽപ്പിക്കുമ്പോഴോ ഒഴിഞ്ഞു ചാടാനുള്ള വഴി ശ്രദ്ധിക്കണം. മുറുക്കി പിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ 4 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ അല്ലാഹുവിൽ വരമേൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വരമേൽപ്പിച്ചു ആർക്കും പറയാ, അതൊക്കെ ആർക്കും പറയാ. ഞാൻ എൻ്റെ മരണം വരെ ഞങ്ങളൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞു. 10 വയസ്സല്ലാത്ത സമയത്ത് മകളെ കെട്ടിക്കാൻ നിശ്ചയിച്ചപ്പോൾ ഒന്ന് ഊട്ടിയിലേക്ക് ടൂർ പോയി. പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ വന്നത് കല്യാണം കഴിഞ്ഞു ചോദിച്ചു. അപ്പോൾ കല്യാണം കഴിഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടായി, നിങ്ങൾ എന്തിനു ബേജാറാണ്, നിങ്ങൾക്ക് നമ്മളില്ലേ, ഇതിനെന്ത് മനയുള്ളത്. അപ്പൊ പിന്നെ പറഞ്ഞു, നിങ്ങൾ ബേജാറാണ്ട് എനിക്ക് നമ്മളുണ്ട്. നമ്മൾ തവക്കൽതു അലല്ലാഹ് വീട്ടിന്റെ മുന്നിൽ ഡോറിൽ എഴുതിച്ചു തവക്കൽതു അലല്ലാഹ്. പക്ഷേ തവക്കലു അല ശൈത്താൻ. അധികാരം ആർക്കാണ്? അധികാരം ആർക്കാണ്? ശൈത്താനാണ്. വർത്തമാനത്തിൽ എന്ത് പറഞ്ഞു? തവക്കൽതു അലല്ലാഹ്. എല്ലാ പലിശക്കാരനും എല്ലാ കള്ളനും കള്ളുടിയനും എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് എന്ത്? തവക്കൽതു അലല്ലാഹ്. കുടുങ്ങിയാ പറയും തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അല ശൈത്താനാണ്. എന്നിട്ട് എന്ത് പറയും? പറച്ചിൽ എന്ത് പറയും? തവക്കൽതു അലല്ലാഹ്. അപ്പൊ ഇവിടെ ചിന്തിക്കണം, 4 അല്ലാഹുവിൽ ബരമേൽപ്പിക്കണമെങ്കിൽ 4 റൂട്ടിന് അടക്കണം. 4 റൂട്ട് അടക്കാത്തവർക്ക് 4 അപകടങ്ങളെ തിരിച്ചറിയണം. 4 അപകട വഴികളെ തിരിച്ചറിയാത്ത ആളുകൾക്ക് ഒരിക്കലും അല്ലാഹുവിൽ ബരമേൽപ്പിക്കാൻ കഴിയുകയില്ല. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ 4 എണ്ണമാണ്. ഒരു അടിമക്ക് 4 ഭാഗത്തു നിന്ന് ശത്രുത വന്നേക്കാം. ആ അതിർത്തികളെല്ലാം അടച്ചാൽ അല്ലാതെ അല്ലാഹുവിൽ ബരമേൽപ്പിക്കാൻ കഴിയുകയില്ല. ഏതൊക്കെയാണ് 4 അതിർത്തികൾ? ഒന്ന് അദ്ദുനിയാ, ഒന്ന് ദുനിയാവാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസിൽ കൗലഖി റളിയല്ലാഹു അൻഹു തന്റെ ഫീ റിയാദുൽ തഫ്സീർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഈ ആയത്തിന്റെ വ്യാഖ്യാനം. നഹ്ൽ അധ്യായത്തിന്റെ 99-ാമത്തെ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രഗൽഭനായ മഹാസൂഫിയും വലിയ ഹാരിഫുമായിരുന്ന വലിയ മുഫസ്സിറുൽ ഖുർആനും മുഹദ്ദിസുമായിരുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസിൽ കൗലഖി റഹിമഹുല്ലാഹ് തന്റെ ഫീ റിയാദുൽ തഫ്സീർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ശത്രുത 4 വഴിക്ക് വരാം. 4 വഴി അടക്കണം. 4 വഴി അപകടമുള്ള വഴിയാണ്. ഏതൊക്കെ 4 എണ്ണം? ഒന്ന് അദ്ദുനിയാ, ദുനിയാവാണ്. അടക്കണം. എങ്ങനെ അടക്കണം പറഞ്ഞുതരാം. എങ്ങനെ ദുനിയാവ് പറഞ്ഞുതരാം. ശൈത്താൻ 2 ശൈത്താനാണ് നേരിട്ട്. ഒരു ഹവാ 3 ഹവയാണ്. നഫ്സ് 1 അവന്റെ ദേഹം തന്നെയാണ്, അവന്റെ നഫ്സ്, അവന്റെ ആത്മാവ്. 4 കാര്യത്തിൽ മനുഷ്യൻ ശത്രുക്കൾ വരാം. ഒന്ന് അദ്ദുനിയാ, ഒന്ന് ദുനിയാവാണ്. 2 ശൈത്താൻ നേരിട്ടിടപെടും. ദുനിയാവെന്ന ദുനിയാവിലൂടെ പിശാചിനെ ഭരിക്കും. 2 പിശാച് നേരിട്ട് ഭരിക്കും. 3 ഹവയിലൂടെ പിശാച് ഭരിക്കും. 4 ഇവന്റെ ആത്മാവിലൂടെ പിശാചിനെ ആക്രമിക്കും. 4 കാര്യങ്ങൾ അടക്കാത്ത ആളുകൾക്ക് ഈമാനെ വളർത്താനും കഴിയുകയില്ല, അല്ലാഹുവിൽ ബരമേൽപ്പിക്കാനും കഴിയുകയില്ല. 4 കാര്യങ്ങൾ അടക്കണം. എന്താ? ദുനിയാവ് അടക്കാൻ കഴിയില്ല. കഴിയും. എവിടെയാണ് ഈ ദുനിയാവ്? ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ കുടിച്ച ചായ അല്ല, ഇന്നലെ രാത്രി കഴിച്ച ഭക്ഷണമല്ല, പൊളി ധരിച്ച വസ്ത്രമല്ല, കിടത്തുറക്കുടന്നിറങ്ങിയ എണ്ണയല്ല. ഇതൊക്കെ മനുഷ്യന് ദുനിയാവിൽ നിനക്ക് അർഹതയുള്ള അളവുണ്ട്, അതെടുക്കാൻ നീ മറന്നു കളയണ്ട. സൂറത്തുൽ ഖസസ്. ദുനിയാവിൽ നിനക്ക് എടുക്കാവുന്ന ഒരു അളവുണ്ട്,
അതെടുക്കാൻ നീ മറന്നു കളയേണ്ട. വലാ തൻസ നസീബക മിനദ് ദുനിയാ. ഖസസ് അധ്യായത്തിലുണ്ട് ഈ വാക്ക്. ഖസസിന്റെ അവസാന ഭാഗമുണ്ട്. മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ഖാറൂനോട് പറഞ്ഞ വർത്തമാനമാണിത്. എന്ത്? വലാ തൻസ നസീബക മിനദ് ദുനിയാ. ഖാറൂനെ, വലിയ മുതലാളിയാണ്, കൈ കിട്ടിയത് മുഴുവൻ ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വലാ തൻസ നസീബക മിനദ് ദുനിയാ. ദുനിയാവിൽ നിനക്കും ഒരു അർഹതയുണ്ട്. ഭക്ഷണത്താലും വസ്ത്രത്താലും സുഖ സൗകര്യങ്ങളാലും അത് എടുക്കാൻ നീ മറന്നു കളയണ്ട. അതെടുക്കുന്നതിന് ദീനി എതിരുമല്ല. അപ്പൊ ഈ ദുനിയാവിന് എന്താണ്? ദുനിയാവെന്നാൽ ഇന്ന് രാവിലെ കുടിച്ച ചായയല്ല. ദുനിയാവെന്നാൽ കുട്ടികളെ പോറ്റാൻ വേണ്ടിയുള്ള തൊഴിലല്ല. ദുനിയാവെന്നാൽ കുട്ടികളെ പോറ്റാനുള്ള കച്ചവടമല്ല. ദുനിയാവെന്നാൽ കുട്ടികളെ പോറ്റാൻ വേണ്ടി ഹലാലായ ഭക്ഷണം കഴിക്കാനുള്ള കൃഷിയല്ല. ദുനിയാവെന്നാൽ ദാരിദ്ര്യത്തെ തടയുന്ന ഒരു തൊഴിലല്ല, ഒരു കൃഷിയല്ല, ഒരു ഏർപ്പാടല്ല. അതൊന്നും അല്ലാതെ എന്താ പറഞ്ഞുതരാ? അതാവൂലേ? ആയേക്കാം. ഈ തൊഴിലും ദുനിയാവൂലേ? ആയേക്കാം. ഈ കച്ചവടം ദുനിയാവൂലേ? ആയേക്കാം. ഈ ഭാര്യ മക്കളും ദുനിയാവൂലേ? ആയേക്കാം. ആവാതിരിക്കാനും കഴിയും. ഇങ്ങോട്ട് വാക്കാതെ അങ്ങോട്ട് വാക്കാ. ദുനിയാവ് വളരെ ചിന്തിക്കണം. എന്താണ് അതിനെ കെട്ടാൻ കഴിയോ? കെട്ടാൻ കഴിയും. ദുനിയാവ് എന്നാൽ എന്താണ് ചിന്തിക്കണം. ഈ നാലെണ്ണം കുല്ലുഹും ഇൻദഹു സിലാഹും വഇൻദഹു സിജ്നുൻ. ഈ നാല് കാര്യം നിന്നെ സമീപിക്കുമ്പോൾ നിന്നെ നശിപ്പിക്കാനുള്ള ആയുധം അതിന്റെ കയ്യിലുണ്ട്. അതിനെ ചെങ്ങലക്കിടാനുള്ള അവസ്ഥ നിന്റെ കയ്യിലുണ്ട്. ദുനിയാവ് നിന്നെ ആക്രമിക്കുമ്പോൾ നിന്നെ ആക്രമിക്കാനുള്ള ആയുധം ദുനിയാവിന്റെ കയ്യിലുണ്ട്. അതിനെ ചെങ്ങലക്കിട്ട് പൂട്ടി ജയിലിലാക്കാനുള്ള കഴിവ് നിന്റെ കയ്യിലുമുണ്ട്. അതിനെ അങ്ങോട്ട് ചെങ്ങലക്കിട്ടിട്ടില്ലെങ്കിൽ അതിനെ അങ്ങോട്ട് ആക്രമിക്കും ദുനിയാവ്. അതെന്താ? എവിടെ? ദുനിയാവിനെ ആക്രമിക്കുന്ന വഴി എന്താ? ചെങ്ങലക്കിടൽ എന്താണ്? നാല് കാര്യം അടക്കാത്തവർക്ക് ഈമാനിൽ വിജയം ഉണ്ടാവില്ല, വളർച്ച ഉണ്ടാവില്ല, പിശാചിന് അടക്കാൻ കഴിയില്ല. എന്താണ് ഈ കാര്യം? ഇദസ്തഗലൽ ഇൻസാനു അബ്വലുഹാ ദുനിയാവാണ്. സിലാഹുഹാ, ദുനിയാവിന് നമ്മളെ പൂട്ടാനുള്ള ആയുധം ലിഖാഉൽ ഖൽഖി, സൃഷ്ടികളോടുള്ള അഭിമുഖീകരണമാണ്. എന്താ ദുനിയാവ്? ദുനിയാവെന്നാൽ പരമാവധി നമ്മളോട് ദുനിയാവിന്റെ ആളുകളുമായി ബന്ധപ്പെടാൻ ദുനിയാവ് പ്രേരിപ്പിക്കും. ദുനിയാവ് നമ്മളോട് എന്തിനു പ്രേരിപ്പിക്കും? ദുനിയാവിന്റെ ആളുകളോട് ബന്ധപ്പെടാൻ പ്രേരിപ്പിക്കും. മനസ്സിൽ എന്തുമാത്രവും ദുനിയാവിന്റെ ആളുകൾ. ഒരാൾ ദുനിയാവിന്റെ ആളുകളെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, അവനെ ആക്രമിച്ചിട്ടുണ്ട്. ആര്? ദുനിയാവ്. ദുനിയാവ് വഴി പിശാച്. ഇപ്പോൾ അവൻ ദുനിയാവിന്റെ അടിമയാണ്. നിസ്കരിക്കുമ്പോഴും ചിന്ത ദുനിയാവിന്റെ ആളുകളാണ്. നിസ്കരിക്കുമ്പോഴും ചിന്ത ദുനിയാവിന്റെ ആളുകളാണ്. ചില ആളുകൾ മജ്‌ലിസിൽ നിന്ന് വിളിക്ക് വരില്ല, തിരക്കാണ്. ചെലവ് എത്ര? ഞാൻ തരാം. ചെലവ് ഏത് കോരും തരും, ഈ തരേണ്ട ആവശ്യമില്ല. ചില ആളുകൾ ഒരു ഒരുമിച്ച് കൂടിയിട്ട് ഒരു യാസീൻ ഒരു ദ്വാരക്കാൻ വേണ്ടി വിളിക്കും. ചില ആളുകൾ ഒരു പള്ളിയിൽ എഴുത്തിക്കാൻ വിളിക്കും. അവർ പറയും എനിക്ക് കഴിയില്ല, നേരെ പോലത്തെ ഭയങ്കര ഡ്യൂട്ടിയാണ്, ഭയങ്കര തിരക്കാണ്, ഇറച്ചി പാട്ടിൻ്റെ വക ഇതിന് വരെ കിട്ടൂല. എന്തുകൊണ്ട്? അതേസമയത്ത് ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്നാണ് അതിനവർ ഒരുങ്ങിപ്പോകും. അവരെ കൂടെ ഇരുന്നാൽ അവർ അതിന്റെ ആളുകൾ അങ്ങനെ പറയും. സദാ നേരം ദുനിയാവിന്റെ ആളുകളുമായി മുലാഖാത്ത്. അവരെ കൂടെ ഒരു 10 മിനിറ്റ് നോക്കൂ. അവർ ഇന്നാലിന ആള് അറിയില്ലേ? മൂപ്പരുടെ 1500-ാമത്തെ സൂപ്പർ മാർക്കറ്റ് ഇന്നലെ ഉദ്ഘാടനം. എന്തുകൊണ്ട് അവൻ വേങ്ങിയത് അതാണ്. അതല്ലേ അവൻ ഛർദ്ദിക്കുള്ളൂ. ഒരു മനുഷ്യനെ അവിചാരിത ഉണ്ടായി തിരക്കിനെ പറ്റിയല്ല പറയണത്. ചില മനുഷ്യന്മാരെ ദീനിന്റെ മജ്‌ലിസിലേക്ക് വിളിച്ചത് അതിനവർക്ക് നേരെ ഉണ്ടാവില്ല. എന്റെ വകയല്ല, കിതാബാണ്, കിതാബിന്റെ മുഫസ്സിരീങ്ങൾ പറഞ്ഞാണ്, എന്റെ വകയല്ല. മനസ്സിലായി പറഞ്ഞത്? സദാ നേരം അതിനൊരു വിഷയം ഉണ്ടാവില്ല, അതിന് തിരക്കും പ്രശ്നം ഉണ്ടാവില്ല. എന്റെ പരിസരത്തുള്ള പള്ളിയിൽ ഒരു ദിക്റിന്റെ മജ്‌ലിസ് ഉണ്ട്. ഇന്നാലിന ആലിമ് വരുന്നുണ്ട്, ഇന്നാലിന സയ്യിദ് വരുന്നുണ്ട്, ഇന്നാലിന്റെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വന്നൊരു 3/4 മണിക്കൂർ 1.5 മണിക്കൂർ ആ സ്വാലിഹീങ്ങളായ മഹാന്മാരുടെ മജ്‌ലിസിൽ ഇരുന്നൊരു ദിക്ർ ചൊല്ലാനോ ദുആയിൽ പങ്കെടുക്കാനോ അതിന് നേരം ഉണ്ടാവില്ല, തിരക്കാണ്. അതേ സമയത്ത് ഇവനോട് പറഞ്ഞേ, ഇന്നാലിന്ന വലിയ വലിയ മുതലാളിമാർ ഒരുമിച്ച് കൂടുന്നൊരു പരിപാടി മറ്റന്നാൾ ദുബായിലുണ്ട്, ഇന്നാലിന്ന ആളുകളൊക്കെ വിളിച്ചിട്ടു, നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാം എന്ന് അതിൽപ്പെട്ട ഒരു ആള് ഇവനെ വിളിച്ച് പറഞ്ഞാൽ അവൻ കിട്ടുന്ന പൈസ ചെലവാക്കി ടിക്കറ്റ് എടുത്തിട്ട് മറ്റന്നാൾ എന്ത് ചെയ്യും? ഈ ബിസിനസ് മീറ്റിന് പോകും. എന്തുകൊണ്ട്? ദുനിയാവിന്റെ ആളുകളുമായിട്ടാണ് ഇവന്റെ ബന്ധം.
നാട്ടിൽ നല്ല പേരുണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഈ ജാതി സംഗതികൾക്കൊക്കെ ഉപകാരം ചെയ്യും. പിന്നെ മരിച്ചിട്ടൊരു സ്വർഗം നരകമൊക്കെ ഉണ്ടെങ്കിൽ കുടുങ്ങരുത് എന്ന് കരുതിയിട്ട് അതൊരു 25 കിലോ അരിയും കൂട്ടാൻ വെക്കാനും കൊണ്ട് നരകന് രക്ഷപ്പെട്ട് കിട്ടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതൊന്നല്ല ഇവിടെ വിഷയം, കൊടുത്തതും വാങ്ങിയതുമല്ല. നിന്റെ പൈസയുടെ ആവശ്യം അള്ളാഹ്ക്കില്ല. എന്തുകൊണ്ട്? അള്ളാഹ് മുതലാളിയാണ്. നിന്റെയും എന്റെയും പണത്തിന്റെ ആവശ്യം അള്ളാഹുവിന് ഇല്ല. പിന്നെ ഇവിടെ വിഷയം എന്താ? വിഷയം നീ അള്ളാഹുവിൽ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ ദുനിയാവിന്റെ അഹ്ലികാരെ തെരഞ്ഞെടുക്കുക. അതിൽ വലിയ സന്തോഷം ഉണ്ടാവുക. അതിൽ മണിക്കൂർ കണക്കിനിരിക്കാൻ അവനൊരു വിഷമവുമില്ല, ഒരു ബേജാറില്ല. ജുമാക്ക് ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم എന്ന് പറയുന്ന നേരത്തെ ഇഖാമത്താണ് കൊടുക്കുമ്പോൾ അവന്റെ കാല് നേരെ പള്ളിയിൽ കയറും. എന്നിട്ടോ എല്ലാവരും ചെരുപ്പിന്റെ മേലെ അവന്റെ ചെരുപ്പ് വെക്കും. അതിൽ വലിയ ഗുണമുണ്ട്. അവന്റെ ചെരുപ്പ് മച്ചളിയാവില്ല. അവസാനം അയച്ചിട്ട ചെരുപ്പം അതാണ്, ആദ്യം 8 പോണ ചെരുപ്പം അതാണ്. അങ്ങനത്തെ യോഗ്യന്മാർക്ക് ഇതാ വലിയ സുവർണ അവസരമാണ് വന്നിട്ടുള്ളത്. ഒരു സ്ഥലത്തോ നേരല്ല. ഞാൻ എന്റെ വല്യാപ്പ 10 ഏക്കർ 20 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. ദുനിയാവിന്റെ ആളാണോ? അല്ല. എന്തുകൊണ്ട്? കാര്യമായ കൃഷിപ്പണിയാണ്. വെള്ളിയാഴ്ച ഒരു പണിയില്ല. പണിക്കാർ വെറുതെ പണിയെടുത്തരാന്ന് പറഞ്ഞാലും വെള്ളിയാഴ്ച പണിക്ക് വേണ്ടാന്നാണ് പറയും. എന്നിട്ട് 8:30 മണിയാകുമ്പോഴത്തേന് എവിടെ എത്തും? പള്ളിയിലെത്തും. അൽക്ക് പലവട്ടം ഓടും, സ്വലാത്ത് പലവട്ടം ചൊല്ലും. അയാൾ ആകെ ഒരു ഹജ്ജ് ചെയ്തു. ഇവൻ മാസത്തിൽ ഓരോ ഉംറക്കും. എന്നാലും ഇവൻ ദുനിയാവിന്റെ ആളും വലിയ ആഖിറത്തിന്റെ ആളുമാണ്. ചിന്തിക്കണം. ആയുസിൽ ആകെ ഒരു ഹജ്ജും ഉംറയും നിർവഹിച്ച വല്ലിപ്പ അള്ളാന്റെ ആള്, മാസത്തിൽ ഉംറക്കും ഇവൻ ദുനിയാവിന്റെ ആള്. എന്താ അവിടെ വിഷയം? അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ ക്ഷമിക്കാൻ ഇവന് കഴിയുകയില്ല. ദുനിയാവിന്റെ മക്കളെ കൂടെ ക്ഷമിക്കുന്നതിലും അവരെ കാണാൻ ഓടുന്നതിലും ഇവനൊരു പ്രയാസവും ഇല്ല. ഇതാണ് ദുനിയാവ്. അല്ലാതെ കുട്ടികളെ പോറ്റാൻ വേണ്ടി ഒരു പണിയെടുക്കൽ ദുനിയാവല്ല, അത് ആഖിറാണ്. എന്തുകൊണ്ട്? അല്ലാതെ കുട്ടികളെ പോറ്റാൻ കഴിയില്ല. അങ്ങാടിയിൽ ചെറിയ കച്ചവടം ചെയ്തു. എന്തിനാ കച്ചവടം? അള്ളാഹുവിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടും നിസ്കാരാദി ജുമായാദി കാര്യങ്ങളൊക്കെ അതിന്റെ ഭംഗിയായി ആദാബോടുകൂടെ നിർവഹിച്ചുകൊണ്ടും ഒരാൾ അങ്ങാടിയിൽ കച്ചവടം നടത്തി. ചെറിയൊരു കച്ചവടം, ഇനി വലിയ കച്ചവടമായാലും വേണ്ടില്ല, ആദാബുകൾ പാലിച്ചുകൊണ്ട് നടത്തുന്നു. വലുതെന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ആളുകൾക്ക് വലുതായി തോന്നും. ഇവൻ ചെറുതാണ്. എന്തുകൊണ്ട്? അള്ളാഹിന്റെ കാര്യത്തിന്റെ വില ഈ കച്ചവടത്തിന് അവൻ വെച്ചിട്ടില്ല. അത് ദുനിയാവല്ല. ബാങ്ക് എടുത്ത പിന്നെ പീടികയിൽ ആളുണ്ടോ നോട്ടല്ല, നേരെ പള്ളിയിൽ പോയി. ഇപ്പം ദുനിയാവിന്റെ ആളല്ല. വെള്ളിയാഴ്ചയോ ജുമാ കഴിയുന്നവരെ പീടിക നോക്കൂല. മറ്റുകാരോട് പറയും സാധനം വേണമെങ്കിൽ വ്യാഴാഴ്ച വാങ്ങിക്കൊള്ളി, വെള്ളിയാഴ്ച രാവിലെ ഞാൻ നോക്കൂല. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫൈദാ ഖുലിയത്തി സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. ജുമാ ദിവസം ജുമാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അല്ലാഹുവിന്റെ ഫളിനെ തേടേണ്ടത്. നമ്മളെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. നമ്മളെ കുട്ടിക്കാലത്ത് പീടിക തുറക്കൂല. ചായപ്പീടി അവർ അല്പനേരം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ അന്യ സമുദായക്കാരായ ആളുകളെ വിചാരിച്ചിട്ട് 1 മണിക്കൂർ 8:30 9 മണിയാകുമ്പോഴത്തേന് അവരെ അന്യ സമുദായക്കാരായ ആളുകളെ പരിഗണിച്ചുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് ചായപ്പീടിയക്കാരങ്ങനെ ചെയ്യും. പറ്റുകാരൊക്കെ മുസ്ലിമാണെങ്കിലും ഹിന്ദുവാണെങ്കിലും ആരാണെങ്കിലും മുസ്ലിമായ ആളുകളെ കച്ചവടത്തിൽ നേരത്തെ തന്നെ വാങ്ങും. കാരണം ഒരു വെള്ളിയാഴ്ച രാവിലെ തുറക്കൂല. ജുമാ കഴിഞ്ഞാൽ പുഴയേക്കല്ല പോവുക. ആദ്യം എവിടെ പോവും? പീടികയ്ക്ക് പോവും. ഫൈദാ ഖുലിയത്തി സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. അവർ ദുനിയാവിന്റെ ആളല്ല, അവർ ആഖിറത്തിന്റെ ആളാണ്. ദുനിയാവിന്റെ വാതിൽ അടക്കാതെ പിശാചിന്റെ അടുത്തുനിന്ന് തല എടുക്കാൻ കഴിയൂല. ഒരു കാര്യത്തിന് നേരം കിട്ടൂല. ഒന്നും നേരം കിട്ടൂല. നേരല്ല. അള്ളാഹു പറയുന്നിടത്ത് വരാൻ നേരല്ല. രാവിലെ ഭാര്യ പറഞ്ഞു, ദാറുൽ ഖുർആന്റെ മുറ്റത്ത് അള്ളാഹിനെ പറ്റി പറയുന്ന ഒരു മജ്‌ലിസ് ഉണ്ട്, അതിനൊന്ന് പോകണം. അപ്പൊ അവൻ പറയും, എനിക്ക് നേരല്ല, എനിക്ക് തിരക്കാണ്, ഞാൻ വേണമെങ്കിൽ എന്നെ വണ്ടിയിൽ കൊണ്ടുവന്ന് വിട്ടുതരാം. അവൾ അവിടെ വിട്ടിട്ട് അള്ളാഹ് മനസ്സിലാവും. എന്തുകൊണ്ട്? അള്ളാഹ് നമുക്ക് കൈ കിട്ടിയതാണ്. അള്ളാഹ് നമുക്ക് അത്ര വലിയ വിഷയമൊന്നുമില്ല. അള്ളാഹ് നമുക്ക് കൈ കിട്ടിയ മുതലാണ്. ദുനിയാവ് അത് കിട്ടിയിട്ടില്ല. അതിന് വേണ്ടി പായാണ്. ഇത് നിങ്ങൾ ചിന്തിക്കണം.
അപ്പോൾ എന്താ വിഷയം? സൃഷ്ടികളെ അഭിമുഖീകരിക്കാൻ, ദുനിയാവിന്റെ ലാഭത്തിന് വേണ്ടി സൃഷ്ടികളെ അഭിമുഖീകരിക്കാൻ ആര് ഓടുന്നുണ്ടോ അവർക്ക് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ദിക്റിന്റെ കൂലിയിലെ കൂലിണ്ടാക്കാം. പക്ഷേ ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു എന്ന വിഭാഗത്തിലാണ് അവരുള്ളത്. പിശാചിനെ അവർ രക്ഷകർത്തൃത്വം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപകടകരമായ 4 വഴികൾ ഉണ്ട്. ആ 4 വഴിയും അടക്കാതെ അല്ലാഹു ഒരാളെ ഏറ്റെടുക്കുകയില്ല. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് സിജ്നുഹാ. ഇതുവഴി പിശാച് വരുന്നതിനെ ശ്രദ്ധിക്കണം. അതിന് പിശാചിനെ അതുവഴി വരുന്നതിന് ഒരു ബന്ദോബസ്ത് ചെയ്യാനുള്ള മതിലേതാ? അതിന്റെ പ്രതിരോധം എന്താണ്? അൽ അസ്റതു അനിൽ ഖൽഖി. ഇത്തരം ആളുകളിൽ നിന്ന് മാറി നിൽക്കുക. എന്താ തീരുമാനിച്ചു? എന്ത് ഒതുങ്ങിയത് മതി, ഇതിൽ ഒതുങ്ങിയത് മതി, എനിക്ക് അള്ളാഹുവിന്റെ കാര്യം കഴിഞ്ഞിട്ട് കിട്ടിയ ലാഭം മതി. അപ്പൊ മഹാനായ സുൽഖർനൈൻ അലൈഹിസ്സലാത്തു വസ്സലാം കരിങ്കടൽ തീരത്ത് കിട്ടിയ അർമേനിയയുടെയും അസർബൈജാന്റെയും ഇടയിൽ കരിങ്കടൽ തീരത്ത് കിട്ടിയ ഒരു മതിലുണ്ടല്ലോ, നിങ്ങൾക്കറിയില്ലേ? ഖാലൂ യാ ദുൽഖർനൈൻ ഇന്ന യജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർളി ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ ഫഅഇനുനി ബിഖുവ്വ. ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ അലൈഹിസ്സലാത്തു വസ്സലാം അവർക്കൊരു മതിൽ കെട്ടിക്കൊടുത്തു. എന്തിന്? യജൂജ് മഅജൂജ് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ആക്രമിക്കാതിരിക്കാൻ. ഇതുപോലെ ഒരു മതിൽ കെട്ടുക. ദുനിയാവിന്റെ ആളുകൾ നമ്മളെ ആക്രമിക്കാൻ പാടില്ല. ഈ ആക്രമിക്കാന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ ആക്രമമല്ല, പരോക്ഷമായ ആക്രമമാണ്. അതെങ്ങനെയാ? അത് ആരും കാണൂല. നമ്മൾ ദുനിയാവിന്റെ ആളായിട്ട് മരിച്ചോളൂ, ആക്രമത്തിന് നാശാവും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിനെന്താ പരിഹാരം? ഇത്തരം ആളുകൾ ഇന്ന് മാറിക്കുക. ഇവിടെ ആരാ ദുനിയാവിന്റെ ആള്, ആരാ ആഖിറത്തിന്റെ ആള്, ആരാ അല്ലാഹുവിന്റെ ആള്? ഇവന്റെ കാര്യത്തിൽ വിചാരില്ല. ഇവന്റെ കുടുക്കിയിൽ കമ്മി വരൂല. ആര് നികത്തും? അല്ലാഹു നികത്തും. നീ ബിസിനസ് മീറ്റിന് വേണ്ടി പാഞ്ഞോന് പിന്നെ 2 ആഴ്ച, 2 മാസം, 4 മാസം, 10 മാസം, 1.5 കൊല്ലം കഴിഞ്ഞാൽ അറ്റുറ്റി നേരെ താഴത്തേക്ക് അവിടെയും ചെയ്യും. പിന്നെ കാണാ അച്ഛൻ പള്ളിയിൽ എന്ത് പിന്നെ നമ്മൾ ചെറിയ ഒരാളെ നമ്മളെ പറ്റിച്ചു. അതായത് 20 കോടിന്റെ മുതലും പോയി, 20 കോടിയും പോയി, ആകെ പോയി. ഇപ്പൊ 30 കോടി. ഈ അളച്ച നമുക്ക് 1.5 കൊല്ലം 2.5 കൊല്ലം കഴിഞ്ഞാൽ പള്ളിയിൽ തന്നെ കാണാം. എന്തുകൊണ്ട്? ദുനിയാവിന്റെ മക്കള് പറ്റിച്ചു. ഇവിടെ നമ്മൾ ചിന്തിക്കണം. ഇവിടെ 4 കാര്യത്തെ അടക്കാൻ കഴിയാത്ത അവർക്ക് തവക്കൽതു അലല്ലാഹ് എന്ന് പറയാനല്ലാതെ അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ കഴിയില്ല. ആദ്യം ദുനിയാവിന്റെ ആളുകളെ തേടിയുള്ള ഓട്ടം അവസാനിപ്പിക്കണം. ദുനിയാവ് 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 ദുനിയാവ്. കഅബാലയത്തെ കണ്ടാലും ദുനിയാവ്, ഉംറക്ക് പോയാലും ദുനിയാവ്. ഉംറക്കൊക്കെ പോകും. ഓരോ കച്ചവടം കൊടുക്കുമ്പോഴും ഓരോ ഉംറക്കും എന്താ അല്ലാഹുവോട് പറയും, അല്ലാഹ് ആ കച്ചവടത്തിന് ഞാനിതാ 35 ലക്ഷം റുപ്യ ബാങ്കിൽ എടുത്തിട്ടാണ് തുടങ്ങിയത്, പഠിച്ചോനെ പൊളിയരുത്. ആ മഹറമിലുള്ള എല്ലാ കിതാബിലും അല്ലാഹു തആല എഴുതി വെച്ചിട്ടുണ്ട്, യംഹഖുല്ലാഹു റിബാ, പലിശയത്തെ തൊട്ടതൊക്കെ ഞാൻ നശിപ്പിക്കും. ഇവർ ഉംറക്ക് പോയതെന്തിനാ? 1.5 കോടി 2.5 കോടി ബാങ്കിന് എന്ത് ചെയ്തിട്ടുണ്ട്? അടിയാധാരം വെച്ച് പലിശക്കെടുത്തിട്ടുണ്ട്. കച്ചവടം തുടങ്ങുന്ന അങ്ങാടിയില് തുടങ്ങുന്നതിന്റെ തലയാഴ്ച നേരെ ഉംറക്ക് പോയി, അല്ലാഹ് 1.5 കോടിയാണ്, ഞാനിതാ 5.5 കോടിയാണ് ഞാൻ എന്റെ അടിയാധാരം വെച്ച് പലിശക്കെടുത്തിട്ടുള്ളത്, അല്ലാഹ് ഞാൻ കാക്കണേ, സിറാത്ത് വാഴ്ത്തുമാക്കാക്കണേ. ഒറ്റവട്ടം അതിന് വേണ്ടി ഉംറക്ക് പോയിട്ടില്ല. മുത്തറസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് കൗസർ കിട്ടണേ എന്ന് പറയാൻ വേണ്ടി ഒരു വട്ടം ഉംറക്ക് പോയില്ല. എന്റെ ആക്ബത്ത് നന്നാവണേ, അത് വട്ടം പോയിട്ടില്ല. അപ്പൊ കാഴ്ചക്കുള്ള ശഫായത്താണ് എന്ത്? കന്നഡ. അതിന് കാഴ്ചന്റെ ശഫായത്ത് ഇതിനാൽ നടക്കണമെങ്കിൽ ഇവൻ എന്ത് വേണം? ഇവൻ എന്ത് വേണം? ഇവന് കാഴ്ച വേണം. ഇവൻ ദുനിയാവിന്റെ അധികാരം കൂടെ 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 കൂടി റൂഹ് ചത്തുപോയി. റൂഹന്നയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യം, ദീനിന്റെ കാര്യം, ഉലമാന്റെ കാര്യം, സാദാത്യങ്ങളുടെ കാര്യം, ദീനി മജ്‌ലിസിന്റെ കാര്യം, പള്ളിയുടെ കാര്യം, മദ്രസയുടെ കാര്യം, പടച്ചണ പുരാനുമായി ബന്ധപ്പെടുന്ന വിഷയത്തിന്റെ കാര്യം അതവന്റെ മനസ്സിലെന്നെ ഇല്ല, അതവന്റെ ചിന്തയിലില്ല. അത് ആരെങ്കിലും വരുമ്പോൾ ഒരു വത്തിയാക്ക് സിമന്റോ അല്ലെങ്കിൽ 1 കോടി ഉറുപ്പ്യ കൊടുത്തേക്കാം. കൊടുക്കൂലേ? അത് കൊടുക്കാം. അതൊക്കെ കൊടുത്തേക്കാം. അതൊക്കെ അവിടെ പേരെടുക്കാം. അല്ല, മനസ്സിലില്ല. ഖൽബ് എവിടെയാണ്? പള്ളിയിലാണ്. 4 അപകടകരമായ 4 വഴികൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ വഴി ദുനിയാവ് ദുനിയാവ് ദുനിയാവിന്റെ ആളുകളെ അതിന്റെ പാച്ചിൽ നിർത്തണം. നമ്മൾ
ഏറ്റവും കൂടുതൽ കഴിച്ച നമ്മൾ പറയും. അവനാന്റെ ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരിക. നമ്മൾ ആഖിറം വിഴിഞ്ഞാൽ ആഖിറാണ് പുറത്തേക്ക് വരിക. നമ്മൾ ദുനിയാവ് വിഴിഞ്ഞാൽ ദുനിയാവാ പുറത്തേക്ക് വരിക. നമ്മൾ അള്ളാന്റെ ആളുകളെ വിഴിഞ്ഞാൽ അവരാ പുറത്തേക്ക് വരിക. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. നമ്മൾ ദുനിയാവിന്റെ അധികാരം വിഴിഞ്ഞ അതെന്നെ വരിക, അതെന്നെ പുറത്തേക്ക് വരിക. മനസ്സിലായില്ലേ പറഞ്ഞത്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. അപ്പൊ നേരം വെളുത്താല് ബഹുമാനപ്പെട്ട അമ്പിയാക്കൾക്ക് ഒരു ഫാത്തിഹ ഓതാൻ നമുക്ക് ഇറങ്ങാൻ കഴിയൂല. തഹജ്ജുദിന് എണീറ്റാൽ പോലും അമ്പിയാക്കൾക്ക് ഒരു ഫാത്തിഹ ഓതണം. കാരണം നമ്മൾ ഈ തഹജ്ജുദിന് എണീക്കാൻ കാരണം മുത്തുനബിയും അമ്പിയാക്കളുമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു ഫാത്തിഹ ഓതാതെ പോകാൻ കഴിയില്ല. എന്തുകൊണ്ട്? നമ്മളെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ ഇബാദാണ് ആര്? മുഅ്മിനീങ്ങളെ കാര്യങ്ങൾ അള്ളാഹു ഏൽപ്പിച്ച മഹാന്മാരാണ് ആര്? അള്ളാഹുവിന്റെ മലായികത്ത് റഹ്മത്തിന്റെ ആളുകൾ, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലത്തെ ആളുകൾ, സിദ്ദീഖുൽ അക്ബറിനെ പോലത്തെ ആളുകളെ ഒരു ഫാത്തിഹ ഓതാതെ നമുക്ക് ഇറങ്ങാൻ കഴിയില്ല, ഒരു ദിവസം തുടങ്ങാൻ കഴിയില്ല. എന്തുകൊണ്ട്? നമ്മൾ അവരെ വഴിയിലാണ് രക്ഷപ്പെടുക. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. നേരെ വെച്ച് ദുനിയാവിന്റെ ആളുകളോ? ദുനിയാവിന്റെ ആളുകളെ പറ്റും ലാഭം കിട്ടിയതും മറ്റും ആലോചിച്ച് ഉറങ്ങും. രാവിലെ എണീറ്റാൽ അതിനെ ആലോചിച്ചുറങ്ങും. അവര് മനസ്സിലാതല്ലാതെ ഒന്നുമില്ല. അവരതിന്റെ ആളുകളാണ്, അവരതിന്റെ ആളുകളാണ്. വേലിക്കല്ല് ഏൽപ്പിക്കാൻ വേണ്ടി പഴയകാലത്ത് വേലിക്ക് ചുറ്റും വേലിക്കല്ല് ഏൽപ്പിക്കാൻ വേണ്ടി ഒരാൾ തമിഴ്നാട്ടിലെ ഒരാളുടെ അടുത്തേക്ക് പോയി. അപ്പൊ തമിഴൻ അങ്ങനെ തമിഴന്റെ അതിരാവിലെ പോയിട്ട് ഇവര് ഒന്ന് രണ്ടാളുകൾ പോയി വാതിൽ മുട്ടി. തമിഴന്റെ അവിടെ ഇയാൾ വലിയ കച്ചവടക്കാരനാണ്, വേലിക്കല്ലിന്റെ കച്ചവടക്കാരൻ. അങ്ങനെ അപ്പൊ ഇയാൾ വാതിൽ തുറന്നിട്ട് ഇയാൾ കണ്ണ് നോക്കണില്ല. ഇയാൾ തപ്പുക. ഈ തമിഴനായ ഈ വേലിക്കല്ല് വിൽപ്പനക്കാരൻ കണ്ണുറക്കണില്ല. ഇങ്ങനെ തപ്പി തൊഴിലുണ്ട്. പിന്നെ അയാൾ അകത്തേക്ക് പോയിട്ട് എന്ത് ചെയ്ത് ഒരു 50 പൈസന്റെ നാണയം കൊണ്ടുവന്നിട്ട് അത് നോക്കി. പിന്നെയാണ് ഇവ നോക്കിയത്. ഇത് വല്ലതും നേരിട്ട് പറഞ്ഞ സംഭവം. അയാളെ പതിവ് എന്താ? ആദ്യം കാണേണ്ടത്, നേരം വെളുത്താൽ ആദ്യം കാണേണ്ടത് പൈസയാണ് ആദ്യം നോക്കേണ്ടത്. കാരണം സിറാത്തുല്ലദീന അലൽ ഫുലൂസാണ്, ഫുലൂസുമ്മലാണ് അവരുടെ ജീവിതം. അപ്പൊ എന്ത്? ഈ വേലിക്കല്ല് ഏൽപ്പിക്കാൻ വേണ്ടി വന്ന ആളുകളോട് വേലിക്കല്ലിനെ പറ്റി വർത്താനം പറയുന്നുണ്ട്, തപ്പണുണ്ട്, കണ്ണുറക്കണില്ല. എന്തുകൊണ്ട് കണ്ണുറക്കൂല? എന്ത് കിട്ടണം? ഒരു നോട്ടോ പൈസയെങ്കിലും കിട്ടണം. പോക്കറ്റ് തപ്പിയിട്ട് കിട്ടിയില്ല. എന്നിട്ട് പിന്നെ ഒരു അകത്ത് പോയിട്ട് എന്ത് ചെയ്ത് ഒരു നാണയത്തൊട്ട് എടുത്ത് വന്ന് അത് നോക്കി. പിന്നെ അവരെയും നോക്കി. കാരണം ആദ്യം നോക്കണത് എന്തായിരിക്കണം? പൈസ. അതാണ് അയാളെ പതിവ്. അയാൾ അതിന്റെ സിറാത്തിലാണ്. അയാളെ മനസ്സിൽ പുറങ്ങാൻ കിടക്കുമ്പോ പൈസയാണ്, എണീറ്റപ്പോഴും പൈസയാണ്. മുഅ്മിനീങ്ങളെ മനസ്സിലോ ഇബ്രാഹിം നബി, മൂസ നബിയാണ്, എണീറ്റാലും തന്നെയാണ്. ജിബ്രീലും മീകായിലുമാണ്, സിദ്ദീഖും ഫാറൂഖുമാണ്. ഉറങ്ങുമ്പോഴും അതാണ്, എണീക്കുമ്പോഴും അതാണ്. അപ്പോൾ ദുനിയാവിന്റെ അഹ്ലുകാരുടെ പിന്നാലെയുള്ള ഓട്ടം അവസാനിപ്പിക്കാതെ, അതാണ് പ്രതിരോധിക്കാതെ അതിന്റെ പിന്നാലെ ഓടലാണ് അതിനെ പിശാച് നമ്മളെ ആക്രമിക്കാനുള്ള ഒരു വഴി. അവിടെ എന്ത് ചെയ്യണം? ദുനിയാവിലൂടെ പിശാച് നമ്മളെ ആക്രമിക്കുന്നത് കട്ട് ചെയ്യണമെങ്കിൽ അത്തരം ഓട്ടം അവസാനിപ്പിച്ചിട്ട് അതൊക്കെ ആവശ്യത്തിന് മാത്രം എന്ന നിലയിൽ പരിമിതപ്പെടുത്തി പരിധിയില്ലാതെ കാണേണ്ടത് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. മറ്റത് അത്യാവശ്യത്തിന് ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെണ്ടെങ്കിൽ അത് 4 വഴികളിൽ ഒരു വഴി മാത്രമാണ് പറഞ്ഞ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയും.